നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാർട്ടി നേതൃത്വത്തോട് പൊട്ടിത്തെറിച്ച് ജി സുധാകരൻ CPM വിടുന്നു. 70 കഴിയുമ്പോൾ കഴുത്തറത്ത് ഇറച്ചിക്കച്ചവടത്തിനുള്ളവരല്ല ഞങ്ങൾ. കടുത്ത ഭാഷയിലാണ് CPM നേതൃത്വത്തെ ജി സുധാകരൻ വിമർശിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ജി സുധാകരനെ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് MP ഗോവിന്ദൻ അധിക്ഷേപിച്ചിരുന്നു. കഴിഞ്ഞ കുറെ കാലമായി പാർട്ടി നേതൃത്വത്തിൽ നിന്ന് കടുത്ത അവഗണനയാണ് ജി സുധാകരൻ നേരിടുന്നത്. ഇപ്പോഴിതാ പാർട്ടി സെക്രട്ടറി അടക്കം തന്നെ അപമാനിച്ചു എന്ന് ജി സുധാകരൻ തുറന്നടിക്കുന്നു. CPM ദേശീയ സെക്രട്ടറി MA ബേബിക്ക് പോലും ജി സുധാകരന്റെ കാര്യത്തിൽ ഇടപെടാൻ കഴിയുന്നില്ല. പിണറായിയുടെ ബദ്ധശത്രുവായി മാറിയതാണ് ജി സുധാകരനെ ഇത്രയധികം അടിച്ചമർത്താനുള്ള കാരണം. ഒരു കാലത്ത് ആലപ്പുഴ ജില്ലയിൽ CPMന്റെ നെടുന്തൂടായിരുന്നു ജി സുധാകരൻ. ദീർഘകാലം അച്യുതാനന്ദനൊപ്പം നിന്ന ജി സുധാകരൻ പിന്നീട് പിണറായി ഗ്രൂപ്പിലേക്ക് മാറി. പിണറായി ഗ്രൂപ്പിലേക്ക് ചുവടുമാറിയ ജി സുധാകരൻ 2016-21 കാലഘട്ടത്തിൽ അന്ന് കേരളത്തിന്റെ മന്ത്രിയുമായിരുന്നു. എന്നാൽ ജി സുധാകരന്റെ ഒറ്റയാൻ പോക്ക് പിണറായി വിജയൻ അത്ര സുഖിച്ചില്ല. പിന്നീട് പലപ്പോഴും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ മുഹമ്മദ് റിയാസിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഒളിയമ്പുകൾ ഉപയോഗിച്ചു ജി സുധാകരൻ. ഇതോടെ പാർട്ടിയിൽ വെറുക്കപ്പെട്ടവനായി, പാർട്ടിയിൽ നിന്ന് പുകഞ്ഞ കൊള്ളി പുറത്തേക്ക് എന്ന മട്ടിലായി പിണറായി വിജയന്റെ ഭാവം. പാർട്ടി ജില്ലാ നേതൃത്വം തന്നോട് കാട്ടുന്ന അതൃപ്തി പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് ജി സുധാകരൻ. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ താൻ MA ബേബിയെ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്ന് ജി സുധാകരൻ തുറന്നു പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ സുധാകരനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുമോ എന്ന് MP ഗോവിന്ദനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു. ഇതിന് അദ്ദേഹം നൽകിയ മറുപടി കൂടുതൽ ചുടിപ്പിച്ചു ജി സുധാകരനെ. ജി സുധാകരനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയ ഗോവിന്ദൻ ഒരു പരിഗണനയും അർഹിക്കുന്നില്ല എന്നാണ് തട്ടിവിട്ടത്. ആത്മാഭിമാനം വ്രണപ്പെട്ട ജി സുധാകരൻ ഇപ്പോഴിതാ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിരിക്കുന്നു. മുൻ മന്ത്രിയും മുതിർന്ന CPM നേതാവുമാണ് ജി സുധാകരൻ. പാർട്ടി വിടുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന് മുന്നിൽ പാർട്ടിയിലേക്ക് പ്രവേശനമെന്ന് പറഞ്ഞ് BJP മുന്നണിയും കോൺഗ്രസ് മുന്നണിയും എല്ലാവിധ സ്വാഗതവും ആശംസിച്ചു നിൽക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ അടക്കമുള്ളവർക്ക് ബുദ്ധിമുട്ടായി പാർട്ടിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് സുധാകരൻ വ്യക്തമാക്കിയത്. സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് തൊട്ടു പിന്നാലെ വലിയ പൊട്ടിത്തെറികളാണിപ്പോൾ CPMൽ. മുതിർന്ന നേതാവായ ജി സുധാകരന്റെ പാർട്ടി അച്ചടക്ക നടപടികൾ അത്ര പുതുമയുള്ള ഒന്നല്ല. താക്കീത്, ശാസന, പരസ്യ ശാസന, തരം താഴ്ത്തൽ, സസ്പെൻഷൻ തുടങ്ങി പാർട്ടി ഒന്നിലധികം തവണ സുധാകരനെ ശിക്ഷിച്ചിട്ടുണ്ട്. അംഗത്വം പോലും പിടിച്ചെടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നേതാവ് തന്നെയാണ് ജി സുധാകരൻ. സുധാകരനെ കണ്ട് BJP ഒരിക്കൽ വലിയ ഓഫർ മുന്നോട്ട് വച്ചിരുന്നു. ഗവർണർ സ്ഥാനമാണ് BJP വാഗ്ദാനം ചെയ്തത്. എന്നിട്ടും പിടിച്ച ചെങ്കൊടി മറന്ന് ആ പാർട്ടിയിൽ ചേക്കേറാൻ സുധാകരൻ ശ്രമിച്ചില്ല. 2002 ജി സുധാകരൻ പാർട്ടി പിടിക്കാൻ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായി വിഭാഗീയത ആരോപിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. എന്നാൽ അടുത്ത സമ്മേളനത്തോടെ അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് അന്ന് തിരികെ എത്തി. തുടർന്ന് ആലപ്പുഴ ജില്ലയിൽ എതിരാളിയില്ലാത്ത തലത്തിലേക്ക് സുധാകരന്റെ വളർച്ച. VS അച്യുതാനന്ദന്റെ ഏറ്റവും വലിയ വിശ്വസ്തനായിരുന്നു ഒരു കാലത്ത് ജി സുധാകരൻ. പിന്നീട് കളം മാറി പിണറായി പക്ഷത്തെത്തി. ജി സുധാകരൻ പിണറായി പക്ഷത്തെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ആലപ്പുഴ ജില്ലയിൽ VS അച്യുതാനന്ദന്റെ സ്വാധീനം കുറഞ്ഞത്. വിഭാഗീയത വലിയ പ്രശ്നമായിരുന്ന കാലഘട്ടത്തിൽ അച്യുതാനന്ദനെ ആലപ്പുഴ ജില്ല ഒറ്റപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിലെത്തി. പിണറായിയോടുള്ള അടുപ്പം സംഘടനാ രംഗത്തും പാർട്ടിയിലുമൊക്കെ ജി സുധാകരനെ കൂടുതൽ കരുത്തനാക്കി. അതിനെ തുടർന്നാണ് VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ജി സുധാകരൻ മന്ത്രിയായത്. പിന്നീട് ഒന്നാം പിണറായി വിജയൻ സർക്കാരിലും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. എന്നാൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ആലപ്പുഴ ജില്ലയിൽ തന്നെയുള്ള തോമസ് ഐസക്കുമായി ജി സുധാകരൻ ഒന്ന് കോർത്തു. തോമസ് ഐസക്കുമായി ജി സുധാകരൻ കോർത്തപ്പോഴൊക്കെ പാർട്ടി നൽകിയ പിന്തുണ ജി സുധാകരന്. പിണറായി വിജയന് ആലപ്പുഴ ജില്ല കൈപ്പിടിയിലൊതുക്കി പിടിച്ചുകൊടുത്തതിന്റെ നന്ദി ഉപഹാരമായി അതിനെ കാണാം. എന്നാൽ 2021 ജി സുധാകരന് സീറ്റ് നിഷേധിക്കപ്പെട്ടു. അതിനൊരൊറ്റ കാരണം മാത്രം. ജി സുധാകരൻ തന്റെ തലയ്ക്ക് മുകളിൽ വളരുമോ എന്ന് പിണറായി വിജയൻ ഭയന്നു. രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയിൽ മുഹമ്മദ് റിയാസിന് പൊതുമരാമത്ത് നൽകണം എന്ന ആശ മുൻപേ പിണറായി വിജയനിൽ രൂഢമൂലമായിരുന്നു. VS അച്യുതാനന്ദനോടുള്ള അടുപ്പം മൂലം തോമസ് ഐസക്കിനോട് പിണറായി വിജയൻ അത്ര മമതയില്ല.
വളരെക്കാലം മുൻപ് തന്നെ ആലപ്പുഴയിലെ പാർട്ടിയിൽ ഏറെ ഒതുക്കപ്പെട്ടിരുന്നു തോമസ് ഐസക്. ഇതിനെ തുടർന്നാണ് തോമസ് ഐസക്കിനും ജി സുധാകരനും സീറ്റ് നിഷേധിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജി സുധാകരനെ അന്ന് പാർട്ടി വിലയിരുത്തിയത് തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചു എന്ന കുറ്റപത്രം നിരത്തി. പിണറായി നൽകിയ ഒരു കരുണ മാത്രമാണെന്ന് പരസ്യശാസന. എന്നാൽ 2021 സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെ പിണറായി വിജയനുമായി ജി സുധാകരൻ അകന്നു. ആലപ്പുഴയിലെ പാർട്ടിയിലും സുധാകരൻ ദുർബലനായി. മന്ത്രി സജി ചെറിയാൻ ആലപ്പുഴയിൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായി വളർന്നു. ജി സുധാകരനൊപ്പമുള്ള പലരും അന്ന് കളം മാറ്റി ചവിട്ടി. തുടർന്ന് 2021 ജി സുധാകരനെ പാർട്ടി പരസ്യമായി ശകാരിച്ചു. തുടർഭരണം ലക്ഷ്യമാക്കി മുന്നോട്ടു പോകുമ്പോൾ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന മുന്നറിയിപ്പാണ് ജി സുധാകരന് നൽകിയത്. ജി സുധാകരന് പാർലമെന്ററി വ്യാമോഹം കൂടിപ്പോയി എന്നതായിരുന്നു പാർട്ടിയുടെ കണ്ടെത്തൽ. പിന്നീട് അദ്ദേഹത്തെ കീഴ്ഘടകത്തിലേക്ക് താഴ്ത്തി. പാർട്ടിയുമായി പിന്നീട് അകന്നു കഴിയുകയായിരുന്നു ജി സുധാകരൻ. ഇക്കുറി തെരഞ്ഞെടുപ്പിൽ സീറ്റ് തനിക്ക് ലഭിക്കുമെന്നും വീണ്ടും മുഖ്യധാരയിൽ സജീവമാകാം എന്നും സുധാകരൻ കണക്കുകൂട്ടിയിരുന്നു. 1996 അമ്പലപ്പുഴയിലെ വീട്ടിൽ വാക്കുകൾ മുറിഞ്ഞ് തലകുനിച്ചിരിക്കുന്ന VS അച്യുതാനന്ദനെ കേരളം മറക്കില്ല. മാരാരിക്കുളം പോലെ ഒരു ഉറച്ച CPM മണ്ഡലത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ VS പരാജയപ്പെട്ടു. CPMനെ അടിപതറാത്ത ഒരു സംഘടനാ സംവിധാനമാക്കി ആലപ്പുഴ ജില്ലയിലേറെ മുന്നോട്ട് നയിച്ച അതേ നേതാവ് അതേ ജില്ലയിൽ വീണുടയുന്നു. എന്നാൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ കളിച്ച ജി സുധാകരനെ പിണറായി വിജയൻ പിന്നീട് ചേർത്ത് പിടിച്ചു. ആലപ്പുഴയുടെ ചതിക്കുഴികൾ VS അച്യുതാനന്ദൻ ഭയന്നു. അതിനുശേഷം ഒരിക്കൽ പോലും VS അച്യുതാനന്ദൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. 70കളുടെ തുടക്കത്തിൽ അന്ന് അച്യുതാനന്ദൻ അതികായനായിരുന്നു ആലപ്പുഴ ജില്ലയിൽ. ആലപ്പുഴയിലെ CPM ചന്ദ്രാനന്ദനും CBC വാര്യരും അടക്കമുള്ള നേതാക്കളുടെ പിന്തുണയിൽ VS അച്യുതാനന്ദൻ വലിയ നേതാവായി വളർന്നു വരുന്നു. അന്ന് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചായിരുന്നു അച്യുതാനന്ദന്റെ പ്രവർത്തനം. ക്രമേണ 3 കമ്മിറ്റികൾ VS അച്യുതാനന്ദന്റെ പൂർണ്ണ സ്വാധീനത്തിലേക്ക് വന്നു. ആലപ്പുഴ ടൗൺ കമ്മിറ്റി, കായംകുളം ടൗൺ, ചെങ്ങന്നൂർ ടൗൺ എന്നിവയൊക്കെ അച്യുതാനന്ദൻ പിടിച്ചെടുത്തു. പിന്നീട് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പിടിച്ചെടുക്കാൻ CBC വാര്യർക്കെതിരായ നീക്കങ്ങൾ. തുടർന്ന് CBC വാര്യരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന നീക്കം. മാവേലിക്കരയിലുള്ള പിൽക്കാലത്ത് MLA ആയ ഗോവിന്ദക്കുറുപ്പായിരുന്നു ഒരു പരാതിയിലൂടെ അന്ന് CBC വാര്യരെ പാർട്ടിയിൽ നിന്ന് തെറിപ്പിച്ചത്. കൈക്കൂലിയാണ് അദ്ദേഹം ഉയർത്തിയ പരാതി. അപമാനിതനായ CBC വാര്യർ രാഷ്ട്രീയം തന്നെ മടുത്ത് കോഴിക്കോട് ബന്ധുവീട്ടിൽ പോയി പിന്നീട് വിശ്രമ ജീവിതം നയിച്ചു. 70കളിൽ CPMന്റെ ഫയർ ബ്രാൻഡായിരുന്ന CBC വാര്യർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയേക്കും എന്ന പൊതുധാരണയ്ക്കിടയിലായിരുന്നു ഇത്തരമൊരു പതനം. ആലപ്പുഴ ജില്ലയിൽ ഒട്ടനവധി വെട്ടിനിരത്തലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. KR ഗൗരിയമ്മ മുതൽ TJ ആഞ്ചലോസ് വരെ എത്രയെത്ര നേതാക്കളെയാണ് വിഭാഗീയതയുടെ പേരിൽ പിന്നീട് വെട്ടിനിരത്തിയത്. 1996 VSന്റെ പതനം. കൊല്ലത്ത് MA പഠന കാലഘട്ടത്തിലാണ് ജി സുധാകരൻ CPM പാർട്ടിയോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തിയത്. അന്ന് ജില്ലാ സെക്രട്ടറി മുതിർന്ന നേതാവുമായിരുന്ന N ശ്രീധരന്റെ സ്വാധീനത്തിൽ പാർട്ടിയിൽ ആകൃഷ്ടനായി. പിന്നീട് ആലപ്പുഴയിൽ വളരെ സജീവമായി. തൊഴിലാളി വർഗ ശൈലിയല്ല സുധാകരന്റേതെന്ന വിമർശനം അന്നേ പാർട്ടിയിൽ ഉയർന്നു. തികച്ചും മാടമ്പി രീതിയാണ് എപ്പോഴും ജി സുധാകരൻ അവലംബിക്കുന്നത് എന്ന ആക്ഷേപം അന്നു മുതൽ ഇന്ന് വരെ സുധാകരൻ കേൾക്കുന്നു. എന്നാൽ മറ്റൊരു വസ്തുത അതിൽ അന്തർലീനമാണ്. കൂടെ നിൽക്കുന്നവരെ സഹായിക്കും. ജനകീയനായിരുന്നു ജി സുധാകരൻ, പക്ഷെ പലപ്പോഴും കലഹപ്രിയൻ. ഗൗരിയമ്മ പുറത്താകുമ്പോഴും ആഞ്ചലോസ് പുറത്തേക്ക് പോകുമ്പോഴും VS അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് തോൽക്കുമ്പോഴും ജി സുധാകരൻ ആലപ്പുഴയിൽ ശക്തനായ നേതാവ്. അക്കാലഘട്ടത്തിൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയും MPയും അടക്കമുള്ള പ്രമുഖർ വളർന്നു വരണമെങ്കിൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹാശിസുകൾ ഏറ്റുവാങ്ങണം. സംശുദ്ധം എന്ന ഒരൊറ്റ പ്രയോഗത്തിലാണ് പലപ്പോഴും സുധാകരൻ തന്റെ സ്ഥാനം ഉറപ്പിച്ചു നിർത്തിയത്. അദ്ദേഹത്തിനെതിരെ നീങ്ങണമെങ്കിൽ ജി സുധാകരന്റെ പ്രതിച്ഛായ തകർക്കണം. അതിന് പക്ഷെ സ്വന്തം പാർട്ടിയിലുള്ള ശത്രുക്കൾക്ക് പോലും കഴിയുന്നില്ല. 2021 അന്ന് അധികാരത്തിലെത്തുന്ന പിണറായി വിജയൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ജി സുധാകരൻ എത്തിയില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ പലതും ഓർത്തുള്ള പക നീറിക്കൊണ്ടിരുന്നു. കനൽ മൂടിക്കിടക്കുകയും പിന്നീട് ഇടവേളകളിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നതാണ് ആലപ്പുഴയുടെ രാഷ്ട്രീയം. 50 വർഷമായി നമ്മൾ ആലപ്പുഴ ജില്ലയിൽ നിന്ന് കേൾക്കുന്നത് വിഭാഗീയതയുടെ, ചതിയുടെ രാഷ്ട്രീയം. ഓരോ തെരഞ്ഞെടുപ്പുകളിലും വിഭാഗീയത തലപൊക്കി. എതിർ ഗ്രൂപ്പിൽപ്പെട്ട നേതാക്കളെ വെട്ടിയൊരുക്കുന്ന തെരഞ്ഞെടുപ്പുകളും തോൽപ്പിക്കുന്ന തെരഞ്ഞെടുപ്പുകളുമാണ് കേരളം കണ്ടത്. ഒടുവിൽ പിണറായി വിജയനോട് തെറ്റി 2022 ജി സുധാകരൻ
VS അച്യുതാനന്ദനെ കുറിച്ച് ചിലതൊക്കെ നല്ലത് പറഞ്ഞു. അന്ന് 100ാം വയസ്സിലേക്ക് കടക്കുകയായിരുന്ന VSനെ കുറിച്ച് പലതും തുറന്നു പറഞ്ഞു ജി സുധാകരൻ. 52 വർഷം മുൻപ് VSനെ കണ്ട അന്നു മുതൽ ഇന്ന് വരെ തങ്ങളുടെ വ്യക്തിബന്ധം ദൃഢമാണ് എന്ന് ജി സുധാകരൻ ഒരിക്കൽ കൂടി കേരളത്തെ ഓർമ്മപ്പെടുത്തി. പക്ഷെ വാക്കുകളിൽ അത്ര തെളിച്ചമുണ്ടായിരുന്നില്ല. കൊല്ലത്ത് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ താമസിച്ച് പഠിച്ചു, പാർട്ടി പ്രവർത്തനം നടത്തി. പിന്നീട് ആലപ്പുഴയിലേക്ക് ചേക്കേറി ജി സുധാകരൻ. SFIയുടെ പുതിയ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ജി സുധാകരനെ തെരഞ്ഞെടുത്തത് VS അച്യുതാനന്ദൻ. അന്ന് CH കണാരനോട് VS അച്യുതാനന്ദൻ പറഞ്ഞു, ഇവനാണ് അടുത്ത SFI ജനറൽ സെക്രട്ടറി. പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് പിന്നീട് പാർലമെന്ററി ജീവിതത്തിലേക്ക് ജി സുധാകരനെ കൈപിടിച്ചുയർത്തിയതും ഇതേ VS അച്യുതാനന്ദൻ. 1978 ആലപ്പുഴ നഗരസഭ ചെയർമാനാക്കണമെന്ന ഉദ്ദേശത്തോടെ ജി സുധാകരനെ മത്സരിപ്പിച്ചു. ഒടുവിൽ 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ നിന്ന് VS മുൻകൈയെടുത്ത് ജി സുധാകരനെ മത്സരിപ്പിച്ചു. കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ചരിത്രവും ജി സുധാകരന്റെ ജീവിതവും ഇഴപിരിയാത്ത ബന്ധം അടങ്ങിയ ഒരു ചരിത്ര വസ്തുതയാണ്. ഒടുവിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രായപരിധിയുടെ പേരിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു. ആലപ്പുഴയിൽ മന്ത്രി സജി ചെറിയാനും ജില്ലാ സെക്രട്ടറി ആർ നാസറും ചേർന്ന് അദ്ദേഹത്തെ ബോധപൂർവം ഒതുക്കുകയാണ് എന്ന വികാരം അദ്ദേഹത്തിൽ ശക്തമായി. സുധാകരൻ ഇത് പലപ്പോഴും പ്രകടിപ്പിച്ചു. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നേരിടേണ്ടി വന്ന സൈബർ ആക്രമണങ്ങളിൽ നേതൃത്വം മൗനം പാലിക്കുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. MA ബേബിയേക്കാൾ പാർട്ടി സീനിയോറിറ്റിയുള്ള തന്നെ ഒരു ബ്രാഞ്ച് അംഗം എന്ന നിലയിൽ പോലും പരിഗണിക്കുന്നില്ല എന്ന് പലപ്പോഴും സുധാകരൻ തുറന്നടിച്ചു. ഇപ്പോഴിതാ ജി സുധാകരന് പൂർണ്ണ പിന്തുണയുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത്. സുധാകരന് വലിയ ഹൃദയവേദനയുണ്ടായി, സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാണ് എന്ന് M ലിജു പറയുന്നു. നേരത്തെ മന്ത്രി സജി ചെറിയാനെതിരെ കട്ടയ്ക്ക് സുധാകരൻ രംഗത്ത് വന്നിരുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ സജി ചെറിയാൻ ശ്രമിച്ചുവെന്നായിരുന്നു സുധാകരന്റെ ആക്ഷേപം. പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി എന്ന് പറഞ്ഞ് ചില സഖാക്കൾ വരെ പടക്കം പൊട്ടിച്ചു. അതിൽ സജി ചെറിയാനും പങ്കാളിയാണ് എന്ന് സുധാകരൻ തുറന്നടിച്ചപ്പോൾ ആലപ്പുഴ ജില്ലയിൽ വലിയ പൊട്ടിത്തെറികൾ. എത്ര കഴുകിയാലും മാറാത്ത രക്തക്കറകൾ തൻ്റെ കൈകളിലുണ്ട്. പാർട്ടിക്ക് വേണ്ടി താൻ പോരാടിയ ചരിത്ര വഴികൾ എണ്ണിപ്പറഞ്ഞ് പലപ്പോഴും ജി സുധാകരൻ ഓർമ്മപ്പെടുത്താറുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളി മോഷ്ടിച്ചതിൽ കേരളം നമ്പർ 1 ആണ് എന്ന് സുധാകരൻ പരിഹസിച്ചിരുന്നു. ആലപ്പുഴ കർമ്മസുധൻ പാസ്റ്റൽ സെന്ററിൽ KPCC സംസ്കാര സമിതി തെക്കൻ മേഖല ക്യാമ്പിൽ സംസ്കാരവും രാഷ്ട്രീയവും ഇന്ന് നാളെ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്നേ മനസ്സിൽ കുറിച്ചിട്ടു കോൺഗ്രസിലേക്കുള്ള പ്രവേശനം. ഒടുവിൽ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നത് ഇങ്ങനെ: 2026 മെമ്പർഷിപ്പ് സ്ക്രൂട്ടിനി അംഗത്വം പുതുക്കാൻ ഞാൻ അപേക്ഷ കൊടുത്തില്ല. അതുകൊണ്ട് ലവിയും വരിസംഖ്യയും അടയ്ക്കേണ്ടി വന്നില്ല. 2022 സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവായി. ആലപ്പുഴ DC കീഴിലുള്ള ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു വരുന്നു. വീണ് പരിക്കേറ്റ ശേഷം ഒരു ബ്രാഞ്ചിന് ഒഴികെ മറ്റെല്ലാത്തിലും കൃത്യമായി പങ്കെടുക്കുന്നു. 43 വർഷത്തെ സംസ്ഥാന കമ്മിറ്റി അംഗത്വത്തിന് ശേഷം ബ്രാഞ്ചിൽ വന്ന് പ്രവർത്തിച്ചപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒരു തവണ പോലും ജില്ലാ സെക്രട്ടറി അന്വേഷിച്ചില്ല, പരാതിയില്ല. 63 വർഷക്കാലത്തെ പാർട്ടി അംഗത്വ ചരിത്രമുള്ള എനിക്ക് പൊതുപരിപാടികളൊന്നും ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ 5 വർഷക്കാലം നൽകിയിട്ടില്ല. എന്തിനേറെ പറയുന്നു, അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം എൻ്റെ വീടിനടുത്ത് EMSL ഹാളിൽ വെച്ച് നടത്തിയപ്പോൾ അടിയന്തരാവസ്ഥയുടെ ആദ്യകാലത്ത് തന്നെ നിരോധനം ലംഘിച്ച് പ്രകടനം നടത്തിയ അറസ്റ്റും ജയിൽവാസവും ലോകമർദ്ദനവും BIR കേസ് ഉൾപ്പെടെ അനുഭവിച്ച് ജില്ലയിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാളായി എനിക്ക് ക്ഷണക്കത്ത് പോലും നൽകിയിട്ടില്ല. എൻ്റെ അച്ഛനെ വരെ ആക്ഷേപിച്ചൊരു LC മെമ്പർ പോസ്റ്റിട്ടു. അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗത്തിൻ്റെ ഉറ്റ ശിഷ്യൻ. ഇതെല്ലാം നേരിട്ട് കഴിഞ്ഞ 5 വർഷങ്ങളായി ഇവിടെ ഞാൻ പാർട്ടിയിൽ തുടരുകയാണ്. ഒരു പ്രലോഭനത്തിനും കീഴടങ്ങിയിട്ടില്ല. അപ്പോഴാണ് പാർട്ടി സെക്രട്ടറിയുടെ അടുത്ത് സംസാരിക്കാൻ ചെന്ന തോട്ടപ്പള്ളിക്കാരനായ ഒരു സഖാവിനോട് ശരിയല്ലാത്ത തരത്തിൽ ജില്ലാ നേതൃത്വത്തിൽപ്പെട്ടയാൾ സംസാരിച്ചതായി അറിയുന്നത്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ പത്രസമ്മേളനത്തിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി ഞാൻ ഒരു പരിഗണനയും അർഹിക്കുന്നയാളല്ല എന്ന അർത്ഥം വരുന്ന ശരിയല്ലാത്ത പ്രയോഗം നടത്തുകയും കളിയാക്കി ചിരിക്കുകയും ചെയ്തു. അത് കേട്ട് പത്രക്കാരെല്ലാം പൊട്ടിച്ചിരിക്കുന്നത് കണ്ടു. ഇതൊന്നും ചോദിക്കാനോ തിരുത്താനോ ആരും തയ്യാറായിട്ടില്ല. കൂടുതൽ സംഭവങ്ങൾ വിവരിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ പാർട്ടിയിൽ തുടർന്ന് മേൽപ്പറഞ്ഞ നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ഈ മെമ്പർഷിപ്പ് സ്ക്രൂട്ടിനി കാലത്ത് സ്വമനസാലെ മെമ്പർഷിപ്പ് പുതുക്കാതെ ഇരിക്കുകയാണ്. ആശയാദർശങ്ങളിൽ ജനലക്ഷങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യും. എല്ലാവർക്കും ആശംസ. നന്ദി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.